സീമാസിൽ വന്നിരിക്കുകയാണ്. നമ്മൾ കോട്ടൺ കുറച്ച് ഡ്രസ്സുകൾ നോക്കാനൊക്കെ ആയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് പർച്ചേസ് ചെയ്യേ. അജിന്തി പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടെ ഒരു വലിയ സംഭവങ്ങൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. കുറേ കോട്ടൺ കുർത്തീസ് ഉണ്ടായിരുന്നു, മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. എനിക്ക് മെയിനായിട്ട് മെറ്റീരിയൽസ് നോക്കണം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ചേച്ചിക്കും ഒക്കെ മേടിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ കോട്ടൺ മെറ്റീരിയൽസ് നോക്കാനായിട്ട് വന്നത്. അതായത് ചുരിദാറിൻ്റെ മെറ്റീരിയൽസാണ് നോക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ എത്തിയത് കേട്ടോ. എനിക്ക് ഒരുപാട് കളക്ഷൻസ് അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്ക് അങ്ങനെ എല്ലാ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടാണ് സീമാസിൽ ഇങ്ങനെ ഓഫർ പ്രൈസസിൽ ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടും. നല്ലതാണ്, ചിലവർക്ക് അതൊക്കെ പറ്റും. എനിക്കെന്ന് വെച്ചാൽ കോട്ടൺ തന്നെ നല്ല പ്യുവർ കോട്ടൺ ആണെങ്കിൽ മാത്രമേ എനിക്കിപ്പോൾ ഡ്രസ്സുകൾ പറ്റുന്നുള്ളൂ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അസഹനീയമായ ചൂടാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഡ്രസ്സുകൾ, ഇപ്പോൾ മുൻപെടുത്ത എല്ലാ ഡ്രസ്സുകളും എനിക്കിപ്പോൾ ചൂടായ കാരണം എനിക്ക് ഇടാൻ പറ്റാതെ ഇരിക്കുകയാണ്. എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയും കണ്ടു മാത്രമാണ് ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മാസത്തിലൊരിക്കലോ ഒക്കെ ആയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പുറത്ത് പോകാറുണ്ടല്ലോ. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ നമുക്ക് സീമാസിലൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഇവിടെ പോകുമ്പോൾ തന്നെ എൻ്റെ ഏട്ടൻ പറഞ്ഞു കേട്ടോ, വേണ്ട, നീ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല, എന്നാലും സാരില്ല ചേട്ടൻ നമുക്ക് പോവാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ സാരി ഞാൻ എടുത്തുട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് നല്ല ഓഫർ പ്രൈസിൽ തന്നെ കിട്ടി. 320 എത്രയോ ഉണ്ടായിട്ടുള്ളൂ. എടുക്കുമ്പോൾ അതിന് 600 സംതിങ് ആയിരുന്നു വില. നമ്മളെടുത്തപ്പോൾ 300 എത്രയും കൊണ്ടുണ്ട് അതെടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് എടുത്തത്. അങ്ങനെ അവിടെ എല്ലാം നടന്ന് കണ്ടു. അങ്ങനെ ബില്ല് ചെയ്തു, സാധനങ്ങളൊക്കെ മേടിച്ചു. എൻ്റെ കുട ഇങ്ങനെ തൂങ്ങി ആടുന്നത് കണ്ടു. അപ്പോൾ ആ കുടയൊക്കെ എടുത്ത് ഞങ്ങൾ സ്വാമീസിലേക്ക് വന്നു. സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൗണ്ടിൽ തന്നെയുള്ളൊരു ഷോറൂമാണ് അത്. ഡ്രസ്സ് മെറ്റീരിയൽസ് ഉള്ള നല്ല രസമുള്ള അവിടുന്ന് ഒരു 3-4 ഡ്രസ്സ് മെറ്റീരിയൽസൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഈ മഞ്ഞ ഞാൻ എടുത്തു കേട്ടോ. മഞ്ഞയും ചുവപ്പ് അങ്ങനെ 2-3 എടുത്തു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. കുറേ നാളുകളെ പണ്ടെന്ന് പറയാം, ഒരു 10-20 വർഷം മുൻപങ്ങടാണ് ഞാൻ ഇവിടുന്ന് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടാവുക. സത്യം പറഞ്ഞാൽ 20 വർഷം എന്തായാലും ഒരു 10-15 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഇവിടുന്ന് മെറ്റീരിയൽ എടുത്തിട്ട്. പിന്നീട് ഞാൻ ഇപ്പോൾ വന്നിട്ടാണ് മെറ്റീരിയൽസ് എടുക്കുന്നത്. എന്തുകൊണ്ടോ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വിട്ട് പോയി. പിന്നെ ഇപ്പോൾ ആലോചിച്ച് പിടിച്ച് കണ്ട് എനിക്കിത് വേണം. അതായത് എന്താ പറയുക, നമ്മൾ പറയില്ലേ, നമ്മൾ പിന്നെ എപ്പോഴും കോട്ടണിലേക്ക് തന്നെ തിരിച്ചെത്തി. കോട്ടൺ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ അതുകൊണ്ട് വേറെ ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഈ ഡ്രസ്സൊക്കെ എടുത്തു. ഇപ്പോൾ ഇത് വേറെ കളറായിട്ടാണ് തോന്നുന്നത്. നേരത്തെ കണ്ട അതേ കളറായിട്ട് ഇപ്പോൾ വേറെ കളർ. എന്തുകൊണ്ടാണ് അങ്ങനെ കളർ ചേഞ്ച് ആയി എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെല്ലാം റെഡ് കളറായിരുന്നു ഇപ്പോൾ ഉള്ളത്. ഇപ്പം എന്താണാവോ ഈ കളർ ചേഞ്ച് ആയിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കും. നേരത്തെ കണ്ടില്ലേ നിങ്ങൾ, ഞാൻ ഒരു മഞ്ഞ ഡ്രസ്സായിട്ട് എടുത്തിട്ട് അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവിടെ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നവരത്നയിലാണ് കേട്ടോ എത്തിയത്. വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പുറപ്പാടിലായി നവരത്നയിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഒത്തിരി നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്നു. അപ്പോഴാണ് വിശേഷങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ പറയില്ലേ, നമ്മൾ ഷോപ്പിങ്ങിന് ചെല്ലുമ്പോൾ നമ്മുടെ വിശേഷങ്ങളൊന്നും പറയാനുള്ള നേരം തന്നെയില്ല. അവിടെ തെരഞ്ഞു പിടിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മൾ കുറേ നേരം ഹോട്ടലിൽ വരുമ്പോഴാണ് കുറച്ച് നേരം ഇരുന്ന് നമ്മൾ സംസാരിക്കുക, നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുക. അതുവരെ നമ്മൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരിക്കും, നടക്കും. അത് തപ്പി ഇത് തപ്പി ഓരോ സാധനങ്ങൾ എടുത്ത് പർച്ചേസ് ചെയ്ത്. അപ്പോൾ എൻ്റെ ഫോൺ പെട്ടെന്ന് വീഴുന്ന ഒരു ഇത് വന്നു. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാനായിട്ട് ഞാൻ
മാറ്റി വെച്ചതാണ് കേട്ടോ. എന്തോ ക്യാമറ ഇങ്ങനെ നിലത്തേക്ക് വീഴണ പോലെ ആയി പോയിട്ടുണ്ടായി. അപ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭക്ഷണമൊക്കെ എത്തിയിട്ടോ. ഓർഡർ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും ഭക്ഷണം എത്തി. എന്താ ഡ്രാഗൺ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രാഗൺ ചിക്കൻ മേടിക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ലൈഫിൽ ഇല്ല എന്ന് പറയാം. പിന്നെ അതുപോലെ എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും ആണ് വാങ്ങിച്ചത്. പിന്നെ ചിക്കൻ മസാലയാണ് വാങ്ങിച്ചത്. ചിക്കൻ മസാല അത്ര അങ്ങോട്ട് പോരാന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ വീണ്ടും വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ ഇങ്ങനെ വാരി ഇങ്ങനെ കഴിക്കുകയായിരുന്നു ഞങ്ങൾ. കുറേശ്ശെ ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയിൽ ഒരുപാട് വർത്തമാനമൊക്കെ പറയും. പിന്നെ ഈ ഡ്രസ്സ് മെറ്റീരിയൽസ് എടുക്കുന്നത് എന്താ വെച്ചാൽ കുറേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ പണ്ടത്തെ ഡ്രസ്സുകളൊന്നും ഇപ്പോൾ പാകമല്ല, എനിക്ക് ചൂടെടുത്തിട്ട് ഇടാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ പറയായിരുന്നു. എനിക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ നല്ല റേറ്റാണ്, സ്റ്റിച്ചിങ്ങിനൊക്കെ നല്ല റേറ്റാണ് വരുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഗുഡ് വില്ലൊക്കെയാണ് പോയത് കേട്ടോ. ഗുഡ് വില്ല് ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഞാൻ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പറയില്ലേ, പെട്ടെന്നൊരു കല്യാണം എന്തെങ്കിലുമൊക്കെ വന്നാൽ ആ സമയത്ത് ഓടി വന്നാൽ മതി. നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ സംഭവം ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെയാണ്. നമുക്ക് ഒരിക്കലും അടുക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇങ്ങനെ നോക്കിയും കണ്ടിങ്ങനെ നടക്കാനായിട്ട് ഇഷ്ടമാണ്. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് പോകാനൊക്കെ ആയിട്ട്, കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കൊക്കെ പോകാനായിട്ട് നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ തോന്നും, സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. പിന്നെ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ ഓരോ കുഞ്ഞ് ക്ലിപ്പുകളൊക്കെ പറക്കി കൂട്ടി അതൊക്കെ മേടിച്ചു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കേട്ടോ. പിന്നെ വീഡിയോ കണ്ണാടി കണ്ട പിന്നെ ഒരു ചെറിയൊരു ഷോ, ഈ മുടികളൊക്കെ കണ്ടില്ലേ, എനിക്ക് അങ്ങനെയൊക്കെ വെച്ച് മേക്കപ്പൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമൊക്കെയാണ് കേട്ടോ. പിന്നെ വളകൾ, മാലകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ വളയും മാലയൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ ഇങ്ങനെ നടന്നു. എനിക്കിങ്ങനെ മുത്ത് പിടിപ്പിച്ച മാലകൾ. അപ്പോൾ ഈ കുട്ടികൾ എന്നോട് ചോദിക്കാണ്ട്, ചേച്ചി ചാനലാണോ? അപ്പോൾ അതേന്ന് പറയുമ്പോൾ ആ കുട്ടികൾ പറയാം, ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, വോയിസ് കൊടുക്കുന്നില്ല, വോയിസ് ഓവറാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ടൗണിലേക്ക് വരായാലും ഒന്ന് ഗുഡ് വില്ല് ഒന്ന് മുഖം കാണിക്കാതെ ഞങ്ങൾ ഇറങ്ങി പോവില്ല. അതേപോലെയാണ് ഞങ്ങളുടെ ഒരു സ്വഭാവം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ ഒടിച്ചു പിടിച്ച് ഒരു ദിവസം അങ്ങ് പോയി കിട്ടിക്കൊരു 2-3 മണിക്കൂർ നേരത്തെ ഞങ്ങളുടെ ചെറിയൊരു ഷോപ്പിങ്ങും അത് ഇതൊക്കെ ആയിട്ട്. അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ തിരിച്ചങ്ങ് വീട്ടിലേക്ക് നടന്നു. നമ്മൾ ബില്ല് ചെയ്യാൻ പോയി. പിന്നെ വീണ്ടും കയറി വന്നു, പിന്നെയും ഇറങ്ങി. നമുക്ക് ചില നേരത്ത് അതും എടുത്തില്ല ഇതെടുത്തില്ല എന്നുള്ളൊരു ചിന്തകളൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ തിരിച്ച് മുകളിലേക്ക് കയറി വരും, പിന്നെ താഴേക്ക് ഇറങ്ങി പോവും. ഇങ്ങനെയൊക്കെ കുറേ സംഭവം. ഗുഡ് വിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഐറ്റംസ് ഉള്ള ഒരു സ്ഥലമാണ് ഗുഡ് വിൽ. അത്ര സാധനങ്ങളുണ്ട്, എന്തെടുത്താലും മതിയാവില്ല നമുക്ക്. അപ്പോൾ അജിന്തി പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.